ദിവസങ്ങൾ പലതു കഴിഞ്ഞു. അച്ഛാ, ആ കാശി ഓഫീസ് ഭരണം തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ ആവശ്യങ്ങൾക്ക് പോലും അവൻ്റെ സൈൻ വാങ്ങേണ്ട അവസ്ഥയാണ് നമുക്ക്. വല്യച്ഛനെല്ലാം അവൻ്റെ അധികാരത്തിലാണെന്ന പോലെ ഒഴിഞ്ഞു നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അച്ഛാ, നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഗണേശനാണ്. എന്തിന്? ഇതെല്ലാം നമ്മുടേതാണ് മക്കളെ, അയാൾ കൗശലബുദ്ധിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെയും നിങ്ങളുടെയും പരിശ്രമമുണ്ട് ഇതിൻ്റെ എല്ലാം ഉയർച്ചയിൽ. അതൊന്നും ഏട്ടനാണെങ്കിലും ഏട്ടൻ്റെ മകനാണെങ്കിലും അവർ അങ്ങനെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ഈ മഹാദേവൻ സമ്മതിക്കില്ല. ഇതൊക്കെ ആ കാശിയുടെ വരവോടെയാണ്. എനിക്കവനെ കൊന്നു തള്ളാനുള്ള ദേഷ്യമുണ്ട് അച്ഛാ. ഗണേഷ് പല്ലു നെജിച്ചുകൊണ്ട് പറയുകയാണ്. സ്നേഹത്തോടെ കൊല്ലണം മോനെ, അയാൾ കുടിലതയോടെ പറഞ്ഞു. രൂപേഷും ഗണേഷും മഹാദേവനുമായി റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അച്ഛാ, ആദ്യം ശരണ്യയുമായി ഇവൻ്റെ കാര്യം ഉറപ്പിക്കുക. ദേവി അപ്പച്ചിക്ക് വലിയച്ഛൻ പറയുന്നതാണ് വേദവാക്യം. അപ്പച്ചിയെ എങ്ങനെയെങ്കിലും നമ്മുടെ ഭാഗത്തേക്ക് തിരിക്കണം, എങ്കിലേ കാര്യങ്ങൾ എളുപ്പമാകൂ. ഞാൻ ആലോചിക്കുന്നുണ്ട് ഗണേഷ്. എല്ലാം നമ്മുടെ വരുതിയിലാക്കിയിട്ട് വേണം ആ മോനെയും തന്തയെയും ചവിട്ടിയിറക്കാൻ. മഹാദേവൻ അടുത്ത പകയ്ക്കുള്ള കണക്കുകൂട്ടലാണ്. ചേച്ചിയുടെ പേരിലാണ് ഏട്ടൻ കുറച്ച് എഴുതി വെച്ചത്. സഹോദരി വിധവയായ സിമ്പതിയിൽ ഒരു ഷെയർ നമ്മുടെ കയ്യിലെത്തി. പ്രവീണ നിൻ്റെ ഭാര്യ ആയതോടെ ഗണേഷ് ഇനിയുള്ള ഷെയർ ശരണ്യ. അവൾ നിൻ്റെ ഭാര്യ കൂടിയായാൽ രൂപേഷ് നിൻ്റെ കാര്യവും സേഫാണ്. ബാക്കിയുള്ളത് നോക്കാം. മഹാദേവൻ ഒന്ന് മൂളി അവിടെയുള്ള ടിഷ്യൂ കൊണ്ട് ചുണ്ടൊന്ന് തുടച്ചെഴുന്നേറ്റു. കൂടെ ഗണേശനും രൂപേഷും. ദുർഗ നിർമ്മലയെ കാണാൻ വീൽ ചെയറിൽ അവരുടെ ഹോസ്പിറ്റൽ റൂമിലേക്ക് വന്നതാണ്. ദുർഗ അവരുടെ കയ്യിലടോടി. ചെറിയമ്മ, എന്നോട് ക്ഷമിക്ക്. എൻ്റെ അടുത്ത് ചാട്ടം കാരണം എൻ്റെ ചെറിയമ്മക്ക് വയ്യാതായി. അയ്യോ, എൻ്റെ മോള് കരയല്ലേ. ചെറിയമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചേച്ചി കളി തീർക്കും മോളെ. എൻ്റെ കുട്ടിയെല്ലാം മനസ്സിൽ നിന്ന് കളയ്. നമ്മെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട മോളെ. ചെറുപ്പം തൊട്ടേ രൂപേഷിനൊരു പ്രത്യേക സ്വഭാവമാണ്. രൂപേഷിൻ്റെ 6 മാസത്തെ മൂത്തവനാണ് കാശി. ഇല്ല ചെറിയമ്മ, അയാളെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അങ്ങനെ സമാധാനിക്കാണ് ഞാൻ. മോളെ, ഡോക്ടർ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ലണ്ടൻ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് കാർത്തിയേട്ടൻ പറയുന്നത്. കിച്ചുവിനും ഒരു ചേഞ്ച് വേണം. അവനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പകയും ശത്രുതയും അവൻ്റെ രക്തത്തിൽ അലിയാൻ പാടില്ല. അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത്. അത് നന്നായി ചെറിയമ്മ. അപ്പച്ചിയുടെ സ്വഭാവം പ്രായമാകും തോറും വഷളാകുന്നു. അവരെ സഹിച്ച് ജീവിക്കാൻ പാടുപെടുകയാണ് ഓരോരുത്തരും. കാർത്തികും കുടുംബവും ലണ്ടനിൽ പോകുന്ന വിവരം അറിഞ്ഞ കൗസല്യ താണ്ഡവമാടാണ് വടക്കേടത്ത്. വെള്ളിയാർനിലം കാരണവർമാരും വടക്കേരത്തെ കാരണവന്മാരും തമ്മിലുള്ള ഭൂമി തർക്കം കാരണം ഞാൻ എൻ്റെ ജീവിതം തൊലച്ചു. എന്നിട്ടോ ആ ശത്രു കുടുംബത്തിലെ ചെക്കനുമായി ഇവിടെ ഉള്ളവൾ ഇറങ്ങിപ്പോയി. ഇവനോ അവിടെയുള്ള പെണ്ണിനെയും വിളിച്ച് ഇറക്കി. ഞാനെന്താ ഇവിടെ ഇങ്ങനെ പ്രേതത്തെ പോലെ കുടുംബമഹിമയും തലയിലേറ്റി കറങ്ങി നടക്കുക? എന്തേ ഒരെണ്ണത്തിനും കുടുംബസ്നേഹമില്ല. തോന്നിയ പോലെ നടക്കുകയാണ്. എല്ലാം ഇപ്പോൾ ശത്രുവിൻ്റെ മോളെയും കൊണ്ട് ലണ്ടനിലേക്ക് പറക്കാനാണ് ഇവൻ്റെ തീരുമാനം. ആ മൂദേവിയെ ഈ തറവാടിൻ്റെ ഇരുട്ടറയിലേക്ക് തള്ളാനാണ് വേണ്ടത്, അല്ലാതെ തലയിലും കയറ്റിയിരുത്തി അല്ല വേണ്ടത്. കാർത്തി അവരുടെ സംസാരം ഒന്നും മിണ്ടാതെ ക്ഷമയോടെ കേട്ടുനിന്നു. തൻ്റെ ഭാര്യയെ പറയാൻ തുടങ്ങിയതും അവൻ്റെ ക്ഷമ കെട്ടു. കഴിഞ്ഞോ ചേച്ചിയുടെ അട്ടഹാസം? ഞാൻ നല്ല മകനല്ലായിരിക്കാം, സഹോദരനല്ലായിരിക്കാം, ഭർത്താവുമല്ല. പക്ഷേ എനിക്ക് നല്ലൊരച്ഛനാവണം. എൻ്റെ മകനെ ശത്രുത കുത്തി നിറച്ച് ഈ വീട്ടിൽ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അച്ഛൻ്റെ സ്വത്തൊന്നും വേണ്ട. എനിക്ക് സമാധാനം വേണം. ഇനിയെങ്കിലും എൻ്റെ ഭാര്യയെയും മകനെയും എനിക്ക് സംരക്ഷിക്കണം. ഓ, കണ്ടോ അവന് ഇപ്പോഴും ശത്രുവിൻ്റെ മകളെക്കുറിച്ചാണ് വേവലാതി. കൗസല്യ അടങ്ങുന്നില്ല. വീണ്ടും പുച്ഛം നിറച്ചുകൊണ്ട് പറയാൻ തുടങ്ങുകയാണ്. നിർത്തേ, ഇനിയൊരു വാക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച് അസഭ്യം പറഞ്ഞാൽ ഈ കാർത്തികയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. നിർമ്മല ശത്രുവിൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ ഭാര്യ കൂടിയാണ്. എനിക്ക് വേണ്ടിയാണ് അവൾ സ്വന്തം കുടുംബവും കൂടപ്പിറപ്പുകളെയും വിട്ട് ഇറങ്ങി വന്നത്, എല്ലാം ഉപേക്ഷിച്ച്. എന്നാൽ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് അവൾ. അച്ഛൻ്റെ മകൾക്ക് നഷ്ടബോധമാണ്. ഞങ്ങളുടെ എല്ലാം വിവാഹം കഴിഞ്ഞപ്പോൾ അത് ഇരട്ടിയായി. പട്ടാള ചിട്ടയോടെ അടക്കി ഭരിച്ച് ഞങ്ങളുടെ സമാധാനം കളഞ്ഞ് സന്തോഷിക്കുകയാണ് അച്ഛൻ്റെ മോൾ. വെള്ളിയാർനിലം സദാശിവനെ മോഹിച്ച് കിട്ടാത്തതിൻ്റെ ഭ്രാന്താണിവർക്ക്.
കാർത്തി അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്തേ, അച്ഛനൊന്നും പറയാനില്ലേ? അവൻ ഇത്രയും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അച്ഛൻ്റെ നാവ് എന്തേ പൊന്താഞ്ഞത്? കൗസല്യ ജഗന്നാഥൻ്റെ നേർക്കായി. അദ്ദേഹമെല്ലാം ശരിയാണ് എന്ന രീതിയിൽ മറുപടി ഒന്നും പറയാതെ തലയും താഴ്ത്തിയിരുന്നു. സദാശിവൻ ഓഫീസിൽ നിന്ന് വന്നതാണ്. സുനന്ദ അയാളുടെ കൂടെ തന്നെയുണ്ട്. എന്തേ ഇന്ന് മുഖത്ത് പതിവില്ലാത്ത സന്തോഷം? സുനന്ദ അയാളുടെ കയ്യിലെ ബാഗ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. സുനന്ദ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എൻ്റെ മനസ്സിൽ വിങ്ങിക്കൊണ്ടിരുന്ന വലിയൊരു കാര്യം എൻ്റെ മോന് തെളിയിച്ചു തന്നു. ഇനിയെല്ലാം അവൻ നോക്കിക്കൊള്ളും. ഞാനില്ലെങ്കിലും എൻ്റെ ബിസിനസ് സാമ്രാജ്യവും എൻ്റെ കുടുംബവും അവൻ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന സമാധാനമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവേട്ട. എന്താണ് ഏട്ടൻ പറഞ്ഞു വരുന്നത്? ഇന്ന് ഈ ഫയൽ ശ്രദ്ധയോടെ ലോക്കറിൽ വെക്ക്. ഇമ്പോർട്ടൻ്റ് ഫയലാണ്. അയാൾ കുഷ്യനിലേക്ക് ഇരുന്ന് ബാഗിൽ നിന്നും ഒരു ഫയൽ സുനന്ദയ്ക്ക് നൽകി. അവൾ അതും വാങ്ങി ഷെൽഫിൻ്റെ അടുത്തേക്ക് നടന്നു. ഈ സമയം മഹാദേവൻ്റെ വലിയ മകൻ ഗണേശനും ഭാര്യ പ്രവീണയും അവരുടെ റൂമിലാണ്. പ്രവീണയ്ക്ക് കുറച്ച് ആഡംബരം കൂടുതലാണ്. അവൾക്കായി ഒരു ജോലിക്കാരി തന്നെയുണ്ട്, ഷേർലി. പ്രായം പ്രവീണയ്ക്ക് അത്ര തന്നെ, കാണാനും തരക്കേടില്ല. ഷേർലി 2 കപ്പ് കാപ്പിയുമായി അവരുടെ റൂമിലേക്ക് വന്നു. ഇരുവർക്കും നൽകി. പ്രവീണ ഭാവബോധമൊന്നുമില്ലാതെ ചായയും കപ്പും ട്രേയിൽ നിന്ന് എടുത്ത് എങ്കിൽ ഗണേഷിൻ്റെ കണ്ണുകൾ ഷേർലിയുടെ മുഖത്താണ്. അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട്. ഷേർലി, ഏട്ടന് നാളെ ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ് കബോർഡിൽ നിന്ന് എടുത്ത് അയൺ ചെയ്തു വെക്കോ. എൻ്റെ സാരിയും. എനിക്ക് നാളെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോകാനുണ്ട്. ഷേർലി തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവരുടെ ഡ്രസ്സ് കബോർഡിൽ നിന്നും എടുത്ത് പുറത്തേക്ക് പോയി. പ്രവി, വല്യച്ഛൻ ബിസിനസ് കാര്യമെല്ലാം കാശിയെ ഏൽപ്പിച്ചു അത്രേ. ഇനിയുള്ള എല്ലാം കാശിയാണത്രേ നോക്കുന്നത്. ഗണേഷ് ബെഡിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറയുകയാണ്. നമ്മുടെ ഷെയറും കാശി തന്നെയാണോ നോക്കുന്നത്? ഷെയർ തന്നു എന്നല്ലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഇപ്പോഴും വല്യച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ വെറും എംപ്ലോയി മാത്രം. ഗണേഷ് ഇടം കണ്ണിട്ട് പ്രവീണയെ ഒന്ന് നോക്കി. അവൾ എന്തോ ചിന്തയിലാണ്. പ്രവി, നീ ഇന്ന് ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ടല്ലോ, അയാൾ കുടിലതയോടെ പറഞ്ഞ് അവളെ മടിയിലേക്ക് വലിച്ചിട്ടു. ചേച്ചി അറിഞ്ഞോ, ഏട്ടൻ ബിസിനസ് എല്ലാം കാശിയെ ഏൽപ്പിച്ചു. കമ്പനി ഹെഡ് അവനാണിനി. ഇത്രയും കാലം ഏട്ടൻ്റെ നിഴലായ ഞാനും എൻ്റെ മക്കളും പുറത്ത്. ചേച്ചി ഗണേഷ് ചേച്ചിയുടെ മരുമകനാണ്. നമ്മൾ തമ്മിൽ 2 ബന്ധമാണ്. ഏട്ടനെല്ലാം അവനെ ഏൽപ്പിച്ചാൽ നമ്മൾ വെറും ഇവിടുത്തെ ജോലിക്കാരാകും. ദേവിക മഹാദേവൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു. തൊട്ടടുത്ത് ഗണേഷും പ്രവീണയും രൂപേഷുമുണ്ട്. അവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സദാശിവൻ്റെ തീരുമാനം. പക്ഷേ അയാളോട് എതിർത്ത് സംസാരിക്കാൻ ദേവികക്കും മടിയാണ്. എന്നാലും തൻ്റെ പെൺമക്കളുടെ ഭാവി, അതിലവർക്ക് ആശങ്കയുണ്ട് താനും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അപ്പച്ചി നമ്മുടെ സ്വന്തമല്ലേ. വല്യച്ഛൻ സ്വത്തൊന്നും തന്നില്ലെങ്കിലും അപ്പച്ചിയെ ഞാൻ തനിച്ചാക്കില്ല. എൻ്റെ പ്രീതമയുടെ അമ്മ കൂടിയല്ലേ. ഗണേഷ് കൗശല ബുദ്ധിയോടെ പറഞ്ഞു. കേട്ടോ ചേച്ചി, മഹാദേവൻ ഏറ്റുപറഞ്ഞു. ദേവിക ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. മഹാദേവൻ ഇടം കണ്ണിട്ട് അവരെ ഒന്ന് നോക്കി. രൂപേഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. വീൽചെയറിൽ ഇരിക്കുന്ന നിർമ്മലയുമായി കാർത്തിക് അച്ഛൻ ജഗന്നാഥൻ്റെ അടുത്തേക്ക് വന്നതാണ്. കൂടെ മകൻ കിച്ചുവുമുണ്ട്. അച്ഛാ, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ലണ്ടനിൽ പോവുകയാണ് ഞങ്ങൾ. നിർമ്മലയും കാക്കി ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് ചെയ്യുന്നത്. ഇവളെയും കൗസല്യ എന്തോ പറയാൻ നിന്നതും ജഗന്നാഥൻ അവരെ കൈ ഉയർത്തി തടഞ്ഞു. പോയി വരും മക്കളെ. മുത്തശ്ശൻ കുട്ടിക്ക് ഈ വൃദ്ധനോടും പിണക്കമാണ്. മുത്തശ്ശൻ്റെ അടുത്തു നിന്ന് മാറാത്ത എൻ്റെ കുട്ടി എത്ര ദിവസമായി മുത്തശ്ശനൊന്ന് കണ്ടിട്ട്? അയാൾ കിച്ചുവിൻ്റെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കിച്ചു. കാർത്തിക് അവനെ ഒന്ന് വിളിച്ചു. പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ അയാളുടെ അടുത്തേക്കിരുന്നു. മുത്തശ്ശൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. അയാൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കൗസല്യ ദേഷ്യത്തോടെ ചുണ്ടും കൂട്ടിക്കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ഈ സമയമാണ് ദുർഗയും ദർശനയും താഴേക്ക് ഇറങ്ങി വരുന്നത്. എങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടിയേ? ഇനി ആരുടെ കൂടെ എഴുന്നള്ളാനാണ്? കൗസല്യ ദുർഗയെ അടിമുടി നോക്കി പുച്ഛം നിറച്ചുകൊണ്ട് ചോദിച്ചു. വാ ചേച്ചി. ദർശന അവരെ ശ്രദ്ധിക്കാതെ, അവരുടെ വാക്കുകൾക്ക് മറുപടി നൽകാതെ ദുർഗയെയും പിടിച്ച് താഴേക്ക് നടന്നു. കൗസല്യക്കത് മുഖത്ത് അടി കിട്ടിയ പോലെ ആയിപ്പോയി. അവർ ചവിട്ടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയി. ദേവികയ്ക്ക് സദാശിവൻ്റെ സ്വത്ത് മുഴുവൻ കാശിക്ക് കൊടുക്കുമോ എന്ന ഭയം വന്നു തുടങ്ങിയിരുന്നു. മഹാദേവൻ അതിനുള്ള വിഷം അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ട്. മഹാദേവൻ്റെ സഹായം തനിക്ക് ആവശ്യമാണ്. 2 മരുമക്കളും അനിയൻ്റേത് തന്നെ ആയാൽ സദാശിവൻ്റെ സ്വത്തിൻ്റെ പങ്ക് തനിക്ക് കൂടുതൽ കിട്ടുമെന്ന് അവരും ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്.
പെൺമക്കൾ മാത്രമുള്ള തനിക്ക് മഹാദേവൻ്റെ 2 ആൺമക്കളെ തൻ്റെ അധീനതയിലാക്കിയാൽ പിന്നെ ടെൻഷൻ വേണ്ട. വെള്ളിയാർ നിലത്തുള്ളവരെല്ലാം കോർട്ട്യാർഡിൽ ഇരിക്കുന്ന സമയം ദേവിക ശരണ്യയെ രൂപേഷിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചത്. കാശി എതിർത്തു പറയാൻ നിന്നതും ശരണ്യ വേഗം അതിനെ തടയും പോലെ തനിക്കും രൂപേഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പിന്നെ കാശി ഒന്നും പറയാൻ നിന്നില്ല. അവിടെ നിന്നും എഴുന്നേറ്റു പോയി. സദാശിവൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ അനുപമയുമായുള്ള കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു. കാശിക്കും സമ്മതക്കുറവില്ലായിരുന്നു. അനുപമ ഒരു മോഡേൺ പെൺകുട്ടിയാണ്. അച്ഛൻ്റെ ഓഫീസിൽ തന്നെയാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ശരണ്യയുടെയും രൂപേഷിൻ്റെയും കല്യാണത്തിനു കൂടെ കാശിയുടെയും അനുപമയുടെയും ഫിക്സ് ചെയ്തു. ദുർഗയെപ്പോലെ ഇളയ മകളും സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുമോ എന്ന ഭയം കൃഷ്ണനും മുത്തശ്ശനും ജഗന്നാഥനും തോന്നി തുടങ്ങിയിരുന്നു. കൗസല്യയുടെ നിർബന്ധത്തിന് അവരുടെ കൂട്ടുകാരി ശാലിനിയുടെ മകൾ ഡോക്ടർ ശരത്തുമായി ദർശനയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞതു മുതൽ ദർശന ഒരേ കരച്ചിലാണ്. കല്യാണം കഴിഞ്ഞാൽ ചെക്കൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അവൾക്ക് നാട്ടിൽ സെറ്റിലാകുന്നതാണ് താല്പര്യം. അമ്മ, അപ്പച്ചി എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റിന് ഇവളെ എന്തിന് ബലിയാടാക്കുന്നത്? അവൾക്ക് പുറത്തു പോകുന്നത് ഇഷ്ടമില്ലെന്ന് അമ്മക്കറിയില്ലേ? ദർശനയുടെ കരച്ചിലും സങ്കടവും കണ്ട് ദുർഗയ്ക്ക് സഹിക്കുന്നില്ല. അമ്മ, ഇതൊരു വീടല്ല, പട്ടാള ക്യാമ്പാണ്. ആ സ്ത്രീയുടെ പട്ടാള ചിട്ടയിൽ ജീവിച്ച് മടുത്തു. അമ്മ പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ലേ? അച്ഛനോടൊന്ന് പറയുക അമ്മ. ദുർഗ അമ്മയുടെ കൈകൾ കവർന്നുകൊണ്ട് പറയുകയാണ്. മോളെ, അമ്മ പറയുന്നത് അച്ഛൻ അനുസരിച്ചുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോൾ പ്രണയത്തിൽ കുടുങ്ങി ഇറങ്ങിപ്പോയതോടെ അച്ഛന് അമ്മയോടുള്ള വിശ്വാസം കുറഞ്ഞു. മക്കളെ എത്ര നല്ല രീതിയിൽ വളർത്തിയാലും മക്കൾ തെറ്റ് ചെയ്താൽ പഴി അമ്മയുടെ വളർത്തു ദോഷം എന്നേ പറയൂ എല്ലാവരും. ഏത് വഴിക്ക് പോയാലും തെറ്റ് അമ്മയുടെ തലയിലാണ്. പിന്നെ അങ്ങോട്ട് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ പോലും തല ഉയർത്തി നിൽക്കാനുള്ള യോഗ്യത അമ്മമാർക്ക് ഇല്ലാതായി പോകുന്നു മോളെ. നടന്നത് നടന്നു. ദർശനെ, ഈ ദാവണിയെടുത്താണ് അവരുടെ മുന്നിലേക്ക് വരേണ്ടത്. അവർ വൈകിട്ട് വരുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. നീയും കൂടി അമ്മയ്ക്ക് പേരുദോഷം വരുത്തല്ലേ മക്കളെ. അവർ അവളുടെ തലയിലൊന്ന് തലോടി റൂമിന് പുറത്തേക്ക് നടന്നു. ദുർഗയ്ക്കൊന്നും പറയാനില്ലായിരുന്നു. തൻ്റെ എടുത്തുചാട്ടം കാരണം തൻ്റെ കൂടപ്പിറപ്പിൻ്റെ ആഗ്രഹം കൂടി മണ്ണടിഞ്ഞു പോയല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടർ ശരത്ത് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. അവർക്ക് ദർശനയെ ഇഷ്ടപ്പെട്ടു. ചേച്ചിയെ നിർത്തി അനിയത്തിയുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് അവരുടെ ചോദ്യത്തിനു മുത്തശ്ശൻ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ദുർഗയ്ക്ക് അനുകൂലമായ മറുപടി കൊടുത്തു.